ചേച്ചിനെ ഫസ്റ്റ് കണ്ടപ്പോ വിചാരിച്ച ഗേൾ ഫ്രണ്ട് ആയിരിക്കും. അത് പൊതുവേ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഫോട്ടോ ഇടുമ്പോഴൊക്കെ വരുന്ന ഒരു കോമന്റ് ആണ്. എനിക്ക് വരും ബോയ് ഫ്രണ്ട്, കാരണം ഞങ്ങൾ രണ്ടുപേരും ടോൾ ആണ്. പിന്നെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തോന്നിയേക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ, അപ്പൊ പിന്നെ അധികം പേഴ്സണൽ ലൈഫ് ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന ഒരാളല്ല. അപ്പൊ ഞാനിപ്പോ അപ്പനെ കൂടെ ഫോട്ടോ ഇട്ട് തുടങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ പ്രത്യേകമായിട്ട് ടാഗ് ചെയ്യും മൈ ലവ്ലി ബ്രദർ. എല്ലാത്തിലും ഞാനിത് ടാഗ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോഴും വരും, നമ്മൾ അവന്റെ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജസ് വരും, ഗേൾ ഫ്രണ്ട് ആണ്, ഗേൾ ഫ്രണ്ട് അല്ല, ഗേൾ ഫ്രണ്ട് അല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഇവര് എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അർജുന്റെ റൂമിക്ക് ആരെയും കേറ്റില്ല അർജുൻ എന്നാണ് അവര് പറഞ്ഞത്. ഭയങ്കര എപ്പോഴും അവന്റെ ഒരു ഇതാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ നമുക്ക് ഇവിടെ തന്നെ ഇന്റർവ്യൂ എടുക്കാം. അതെ, അർജുന്റെ ഇതൊക്കെ ഭയങ്കര പ്രൈസ്ഡ് പൊസിഷൻസ് ആണ്. അപ്പൊ ആരും അങ്ങനെ റൂമിൽ കയറ്റാ ഇതൊന്നും മാറ്റാനൊന്നും അർജുൻ സമ്മതിക്കില്ല. ഇതെല്ലാം അർജുന്റെ സിഗ്നേച്ചർ ആണ്. അപ്പൊ അവനത് അതുപോലെ തന്നെ വേണം. ഭയങ്കര ഒരു എനിമെ ഫാൻ തന്നെയാണ് അല്ലേ? അതായത് എപ്പൊ തുടങ്ങിയത്? അത് വർഷങ്ങളായിട്ട് തുടങ്ങിയൊരു ഇതാണ്. എന്റെ ഞാൻ പരിചയപ്പെട്ടിട്ട് എനിക്കറിയാൻ പറ്റിയത്, അവൻ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ അവൻ ഇതിന്റെ വലിയ ഫാനാണ്. എല്ലാം മിക്ക സീരീസ് അവൻ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഫസ്റ്റിന് ശരിക്കും ഞാന് ചേട്ടനെ കണ്ടപ്പോ നിങ്ങള് ബ്രദേഴ്സ് ആണോ എന്ന് വിചാരിച്ചു പോയി. സെയിം ലുക്ക്. ഇത് ഇവിടെ വന്നപ്പോഴും ചോദിച്ചു, ബ്രദർ ഉണ്ടെന്ന് തോന്നുന്നു. പറയാ, അല്ല ഞാൻ ബ്രദർ അല്ല, ഞാൻ എന്റെ ഫ്രണ്ടാണ്. ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ? ഇപ്പം അവൻ ബിഗ് ബോസിൽ പോയതിനു ശേഷമാണെങ്കിലും എന്റെ ഫ്രണ്ട്സ് ആണല്ലോ, എന്റെ കൂടെ പഠിച്ചവർക്കൊക്കെ അറിയാം ഞാൻ ഒരാളെ ഉള്ളെന്ന്. എങ്കിൽ പോലും എന്റെ അടുത്ത് ചോദിച്ചു, എന്റെ കസിൻ ആണോ ആണോ ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ചേട്ടൻ ഒറ്റ മോനാണ്. ഞാൻ ഒരാളുള്ളൂ. അതെ. പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ വരുമ്പോ ലാലേട്ടന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പ്രമോലും ഐ മീൻസ് അതിലും കാണിച്ചായിരുന്നു ലാലേട്ടൻ ഫാൻ. പണ്ടേ മുതലേ ലാലേട്ടൻ ഫാൻ ആയിരുന്നു അർജുൻ. ഭയങ്കര ഫാനാണ് ലാലേട്ടന്റെ. അപ്പു ഭയങ്കര ഓതന്റിക് ആണ്. ഇപ്പൊ നിങ്ങൾ എന്താണ് ഷോയില് കാണുന്നത് അതാണ് അർജുൻ. അർജുൻ അവിടെ പോയിട്ട് ഒരു ഗെയിമോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ അതൊന്നും അല്ല. കാരണം ആ ഒരു ഹൗസിൽ നിൽക്കുമ്പോൾ യു ഹാവ് ടു ബി ഓതന്റിക് എന്നുള്ളത് അവന് നന്നായിട്ട് അറിയാം. നോർമലി ആള് കാം ആൻഡ് കമ്പോസ്ഡ് ആണ്. അപ്പൊ എല്ലാവരും അവിടെ അർജുനെ കാണുമ്പോഴും എല്ലാവർക്കും അറിയാം, അധികം സംസാരിക്കില്ല, വേണ്ട സമയത്ത് മാത്രം വോയിസ് റേസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ അവനും അറിയാം, അവനൊരു ബിയോണ്ട്, അവന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആളുകളെ. മാറേണ്ടത് അവരാണ് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരാളാണ് അപ്പു. അപ്പോ അപ്പുവിനിപ്പോ അത് ഹൗ ഹീസ് എന്നുള്ളത് അതാണ് അവൻ. അതിനുവേണ്ടി ഒരു പ്രിപ്പറേഷനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഗെയിം പ്ലാനോ ഒന്നും ചെയ്ത് പോയ ഒരാളല്ല. അതിപ്പോ ഞങ്ങളുടെ ഇടയിലാണെങ്കിൽ തന്നെ കൂടുതലായിട്ടും ഞങ്ങൾക്കൊരു കാര്യത്തിന് അവൻ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. നമ്മുടെ ലൈഫാണ്, വി ഹാവ് ടു ചേഞ്ച് എന്നുള്ളത് അവനറിയാം. അപ്പൊ അതാണ് അവിടെ കാണുന്നത്, ഒരു റിഫ്ലക്ഷൻ ആണ്. അതെ, പക്ഷെ നമ്മൾ കാണുമ്പോഴായാലും ചില കമന്റ്സ് ഒക്കെ വരുമ്പം ഒന്നിലും ചില സമയത്ത് ഇടപെടുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊരു സംഭവമൊക്കെ ആൾക്കാർ ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഞാനും വിചാരിച്ചു, എന്താ ഇപ്പൊ അവിടെ പോയിട്ട് ഇത് വേറെ എന്തെങ്കിലും ഗെയിമും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാണോ, അതോ വീട്ടിലും ശരിക്കും ഇങ്ങനെ അധികം ഇടപെടാത്ത ഒരാളാണോ?